വിചാരിക്കും മധുരം കുറയ്ക്കണമെന്ന്, പക്ഷേ നടക്കുന്നില്ല. ഈ പരാതി ഒരുപാട് പേർക്കുണ്ട്. പഞ്ചസാരയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. നിത്യജീവിതത്തിലെ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ ചില കാര്യങ്ങൾ സഹായകമാണ്. പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിലെ അളവ് ശ്രദ്ധിക്കുക. പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിലെ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയാണ് പലപ്പോഴും അമിതമായ ഉപയോഗത്തിന് കാരണമാകുന്നത്. ആയതിനാൽ കടകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ തന്നെ ലേബലിൽ നിന്ന് ഓരോന്നിലും എത്ര അളവിൽ പഞ്ചസാരയുണ്ടെന്ന് വായിച്ച് മനസ്സിലാക്കണം. ഒരേ ഉൽപ്പന്നത്തിന്റെ 2 ബ്രാൻഡുകൾ ലഭ്യമാണെങ്കിൽ അതിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞത് തിരഞ്ഞെടുക്കാം. വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യാം. വീട്ടിൽ തന്നെ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകും. ജ്യൂസിന് പകരം പഴമാകാം. പഴം ജ്യൂസായി കുടിക്കാതെ പഴമായി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴത്തിൽ പ്രകൃതിദത്ത പഞ്ചസാരയും ഫൈബറും അടങ്ങിയിരിക്കുന്നു. നേരെ മറിച്ച് പാക്ക് ചെയ്ത ജ്യൂസുകളിൽ അമിതമായ പഞ്ചസാരയാണുള്ളത്. ഇവയിൽ ഫൈബറിന്റെ അംശവും കുറവായിരിക്കും. മധുരപാനീയങ്ങൾ ഒഴിവാക്കുക. സോഡ, എനർജി ഡ്രിങ്കുകൾ, പഞ്ചസാര ചേർത്ത കാപ്പി, ചായ എന്നിവയ്ക്ക് പകരം വെള്ളം, കരിക്ക്, മധുരം ചേർക്കാത്ത ചായ, കാപ്പി എന്നിവ ശീലമാക്കാം. സ്നാക്സും ആരോഗ്യപ്രദമാക്കാം. മധുരം ചേർത്ത കുക്കികളും സ്നാക്സുകളും ഒഴിവാക്കി പകരം നട്ട്സ്, വിത്തുകൾ, പച്ചക്കറി കഷ്ണങ്ങൾ എന്നിവ സ്നാക്സായി ഉപയോഗിക്കാം. ഇവയിലെ പോഷകങ്ങളും ഫൈബറും ദീർഘനേരം വയർ നിറഞ്ഞ തോന്നലുണ്ടാക്കും. പഞ്ചസാര ഇല്ലാത്ത ഭക്ഷണങ്ങൾ, യോഗട്ട്, സിറിയലുകൾ എന്നിവ എടുക്കുമ്പോൾ പഞ്ചസാര ഇല്ലാത്തതോ കുറഞ്ഞതോ ആയവ മാത്രം തിരഞ്ഞെടുക്കുക. വിശപ്പറിഞ്ഞ് കഴിക്കുക. ബോറടിയോ സങ്കടമോ മാറ്റാൻ കഴിക്കുന്ന പരിപാടി നിർത്തി വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കാം. ഇത് അനാവശ്യമായ തോതിൽ പഞ്ചസാര അകത്ത് ചെല്ലുന്നത് ഒഴിവാക്കും. മധുരമില്ലാത്ത പാൽ ഉൽപ്പന്നങ്ങൾ, പാൽ, ചീസ്, യോഗട്ട് എന്നിവയുടെ ഫ്ലേവറുകൾ ചേർന്ന ഉൽപ്പന്നങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പഞ്ചസാരയും ഉണ്ടാകും. ആയതിനാൽ ഇവയെല്ലാം പ്ലെയിനായി ഉപയോഗിക്കുക. മധുരത്തിന് ഏതെങ്കിലും പഴമോ തേനോ ചേർക്കാം. രുചിക്കായി സോസ് വേണ്ട. രുചി കൂട്ടാൻ വേണ്ടി പഞ്ചസാര നിറയെ അടങ്ങിയ സോസും കൂട്ടുകളും ഒഴിവാക്കി ഔഷധ സസ്യങ്ങൾ, സ്പൈസുകൾ, നാരങ്ങ നീര് എന്നിവ ഉപയോഗിക്കാം. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. ഭക്ഷണം മുൻകൂട്ടി ആസൂത്രണം ചെയ്താൽ ആരോഗ്യകരവും പഞ്ചസാര കുറഞ്ഞതുമായ വിഭവങ്ങൾ തയ്യാറാക്കാം. ഇത് വിശപ്പ് വരുമ്പോൾ മധുരമുള്ളത് എന്തെങ്കിലും വാരി തിന്നാനുള്ള പ്രവണത ഇല്ലാതാക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.